നമസ്കാരം. ജനങ്ങളുടെ പണം വെച്ചിട്ട് കൊള്ളയടിക്കുന്ന ഒരു സംഭവമാണ് ചെറുതുരുത്തി കണ്ടുവരുന്നത്. ഇതാണ് വള്ളത്തോളിന്റെ വെള്ളാന. നാട്ടുകാർക്ക് ഒരു പ്രയോജനമില്ലാത്ത വാട്ടർ ATM എന്നുള്ള ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത്. ഇത് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷന് സമീപമുള്ളതാണ് ഈ വാട്ടർ ATM. ഇതുപോലെ തന്നെ ഇപ്പോൾ പുതുതായി തുടങ്ങിയിട്ടുണ്ട് പഞ്ചകർമ്മയ്ക്ക് മുമ്പിൽ വെച്ച്. നിലവിലുള്ള സാധനം വർക്കാവാത്ത സമയത്താണ് പുതിയതൊരെണ്ണം കൂടി കൊടുക്കുന്നത്. ഇതാണ് ഇവിടുത്തെ വാട്ടർ ATMന്റെ അവസ്ഥ. പൈസ അങ്ങോട്ട് നമുക്ക് മാത്രം ഇടാൻ മാത്രം ഉപയോഗമില്ല. ജനങ്ങൾക്ക് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വാട്ടർ ATM തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ ഇതുവരെ ഇത് പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങളായി. ഈ സമയത്താണ് കൊട്ടിക്കോഷിച്ച് പുതിയതായിട്ട് ഒരെണ്ണം തുടങ്ങിയിട്ടുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് പഞ്ചകർമ്മയുടെ മുമ്പിൽ സ്ഥാപിച്ചിട്ടുള്ള വാട്ടർ ATM. ഇതിന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നല്ലോ. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷന് മുമ്പിലുള്ള അതേ അവസ്ഥ തന്നെയാണ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. ഇതിന്റെ അവസ്ഥ കാണാൻ നിങ്ങൾക്ക് ഇതാ വെള്ളം നമ്മൾ പൈസ ചെലവാക്കൊന്നും വേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുപ്പി വെച്ച് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ കംപ്ലൈന്റ് ഉള്ള ഒരു സംഭവമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അവിടെ വെള്ളം പോലും കിട്ടുന്നില്ല, ഇവിടെ വെള്ളം കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ പുതിയതായി ചെയ്യുന്നതെന്ന് വെച്ചാൽ പേരുകൾ മാറിയിട്ടുണ്ട്. മുമ്പ് MLA MP ഒക്കെ പേരായിരുന്നു, ഇപ്പോൾ അങ്ങനെ ഇല്ല. മെമ്പറുടെ പേരൊക്കെ ഉള്ളത് വലിയ കൊട്ടി കോസ്റ്റ് തന്നെയാണ് ഇവിടെയും തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ പുതുതായി CCTV ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്നറിയില്ല, ഇത് എപ്പോൾ കേടാവുന്ന അവർക്ക് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവുക. ഇതാണ് ചെറുതുരുത്തിയിലെ വെള്ളാനകളുടെ നാട്. ഈ വള്ളത്തോളിൻ്റെ വെള്ളാനകളുടെ നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എസ്റ്റിമേറ്റ് തുകയും ഇതിൽ എഴുതിയിട്ടില്ല. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷന് മുമ്പിലുള്ള വാട്ടർ ATMന്റെ എസ്റ്റിമേറ്റ് തുക എന്താണെന്ന് ഇതുവരെ അവിടെ എഴുതിയിട്ടില്ല. അതിന് നമ്മൾ വള്ളത്തോൾ പഞ്ചായത്തിൽ പോയിട്ട് നമ്മൾ വിവരാവകാശം വെച്ചിട്ട് നമ്മൾ അതിൻ്റെ എത്രയാണ് എസ്റ്റിമേറ്റ് തുക എന്ന് നമ്മൾ അറിയും. അതുപോലെ എന്തുകൊണ്ടാണ് അത് പ്രവർത്തിക്കാതിരിക്കുന്നതിനുള്ള കംപ്ലൈൻറ്റ് നമ്മൾ ചെയ്യുന്നതാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ.